ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേ വീടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീടിൻ്റെ ഫുള്ള് അകമൊക്കെ കാണിക്കണമെന്ന് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ വീടിൻ്റെ അകത്തെ കാഴ്ചകളല്ല, വീടിൻ്റെ പുറത്തുള്ള ചില കാഴ്ചകളാണെന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സമയം കളണ്ട് നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ബാക്ക് യാർഡിലാണ്. അപ്പം ഇവിടുത്തെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പം 3 ഫ്ലോറായിട്ടുള്ളൊരു വീടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഡക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുമ്പം ഇത് നമ്മുടെ നേരെ കിച്ചണിലോട്ട് കയറുന്ന ഡോറാണുള്ളത്. അതിന് നേരെ സൈഡിൽ തന്നെ നമുക്ക് ഗ്യാരേജിനകത്തോട്ട് റൂട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാതിലിനകത്തോട്ട് നമുക്ക് അകത്തോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി നമ്മുടെ അക്വേറിയം കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ നമ്മൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേലത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഇവിടുത്തെ ഫ്ലോറിൽ നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്ര സാധനങ്ങളുണ്ടെങ്കിലും ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ മേലിലാണെങ്കിലും നമുക്ക് പലകയും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ അതും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊന്നുമല്ല. നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, കുറേ ചെടികളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അക്വേറിയം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അക്വേറിയം പണ്ട് മുതലേ നമുക്കത് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ മാറ്റാതെ വെച്ചിരിക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നമുക്കൊരു പോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെച്ചു. ഇതുണ്ടോ, നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവരെ ഇതിനകത്ത് ഈ ടാങ്കിനകത്ത് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പുതിയ സെറ്റപ്പ് ഇന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് സംഭവം എന്ന് പറയുന്നത് ഈ ബാക്ക് സൈഡിലിരിക്കുന്ന ഈ സാധനമാണ്. ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോണ്ടാണ് കേട്ടോ, ഔട്ട്ഡോർ പോണ്ടാണ്. ഇത് നമ്മൾ നാട്ടിൽ ചെയ്ത പോലെ നമുക്ക് കുഴി കുത്തി കുഴിയിലോട്ട് നേരെ ഇറക്കി വെച്ചാൽ നമ്മുടെ പോണ്ട് ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മൾ പോണ്ടും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കുറേ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബാക്ക് യാർഡ് ഇതാണ്. ബാക്ക് യാർഡിൻ്റെ കാഴ്ചകൾ നിങ്ങളെ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. അതാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടുള്ള ആ ഒരു സർപ്രൈസ് വീഡിയോയ്ക്കകത്ത് വരുന്നത് ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് യാർഡ് ഒത്തിരി വിശാലമായ ഒരു ബാക്ക് യാർഡൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ടാങ്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ഏകദേശം 2 തട്ടായിട്ടാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. മേലിലാണെങ്കിൽ ഒരു സൈഡിലൊക്കെ കുറച്ച് ചരലും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, മറ്റു സൈഡിൽ നല്ല രീതിയിൽ പച്ചപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു ഏരിയയാണ് കുറച്ച് വീതിയുള്ളത് കൊണ്ട് ഇവിടെയാണ് നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ പരിപാടികളിലേക്ക് പോകാം. നമ്മൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ടാങ്ക് മേടിച്ചത് ഇവിടെ തന്നെ 2-3 കടകളിൽ നമ്മൾ ടാങ്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് അന്നേ ദിവസം തന്നെ ഡെലിവറി കിട്ടുന്ന കടകൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു കടയിൽ നമ്മൾ ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് അവർ നമുക്ക് ഡെലിവറിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ ടാങ്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ ടാങ്ക് എത്ര ലിറ്ററിൻ്റെ ആണെന്നാണ് പലർക്കും സംശയം കാണും. ഇതൊരു 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് കേട്ടോ, 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്കിനകത്ത് നമ്മുടെ കോഴിക്കാർപ്പിനെയാണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് തൽക്കാലം. കാരണം ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മറ്റ് മീനുകളൊന്നും ഇവിടെ നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കോഴിക്കാർപ്പിനെയാണ് ഇതിനകത്ത് ഇടാനായിട്ട് പോകുന്നത്. കുറച്ച് പേര് നമുക്കുണ്ട്, കുറച്ച് പേര് നമുക്ക് പിന്നെ മേടിക്കാനായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമുക്ക് പുറകെ ചെയ്യാം. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ടാങ്കാണ്. അതുപോലെ തന്നെ ഏകദേശം 2.5 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതുപോലെ ഒരു 1.25-2 മീറ്ററോളം വീതിയും വരുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ടാങ്ക്, ഒരു കുഴി കുത്തുവാണ് ഇനി ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പണിക്ക് വേറെ ആരുമില്ല, വീഡിയോ എടുക്കാനും വേറെ ആരുമില്ല, ഇന്നെല്ലാ പരിപാടിയും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ടാങ്ക് മേലിലാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഇത് കണ്ടോ, തുണി ഉണങ്ങാനായിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും അത് നമ്മൾ ടാങ്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ഒരു കിളികൾക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ടുള്ളൊരു ചെറിയ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവിടെയായിട്ട് ടാങ്ക് സെറ്റ് ചെയ്യേണ്ട, നമുക്ക് അവിടെ നേരെ പോയിട്ട് പതിയെ കുഴി തുടങ്ങാനായിട്ട് നമുക്ക് നോക്കാം. മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. മണ്ണ് ഓരോ ലെവലും കിളച്ചെടുത്തതിന് ശേഷം അത് നേരെ ഒരു കോർണറിലോട്ട് മാറ്റി വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഷീറ്റൊക്കെ എടുത്തോട്ട് വന്ന് ഇട്ട ആ ഷീറ്റിന് മുകളിലായിട്ടാണ് നമ്മൾ കിളച്ചിട്ട മണ്ണ് എടുത്തിട്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം പണിതപ്പോഴാണ് ഇത്രയെങ്കിലും മണ്ണൊക്കെ നമുക്കൊന്ന് മാറ്റാനായിട്ട് പറ്റിയത് കേട്ടോ.
അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പണിയെന്ന് പറയുന്നത്. മണ്ണൊക്കെ നല്ല രീതിയിൽ കട്ട പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കിളച്ചാലൊന്നും മണ്ണ് പെട്ടെന്ന് പൊട്ടിപ്പോരത്തില്ല. അതുകൊണ്ട് കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ ഏതായാലും ഇന്ന് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് മാക്സിമം തീർക്കാനായിട്ട് ശ്രമിക്കും. ഓരോ ദിവസം കുറേശ്ശെയായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇതുണ്ട്, ഓരോ മണ്ണും നമ്മൾ കിളയ്ക്കുന്നതനുസരിച്ച് വരുന്നുണ്ട്, വലിയ വലിയ കട്ടയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായി. എന്താണെങ്കിലും നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വാട്ടർഫോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടുത്തെ ഈ മണ്ണ് കിളയ്ക്കുന്ന നമ്മൾ ബാക്ക് സൈഡിലേക്ക് തന്നെ ഇടുവാണ് കേട്ടോ. പതിയെ നമുക്ക് അവിടുത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് നമുക്ക് അവിടെ ആ വാട്ടർഫോളും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പണി പ്ലാൻ ചെയ്യുന്നത്. നമ്മളേതായാലും പണിയിലേക്ക് വീണ്ടും നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ ആദ്യമത്തെ ദിവസത്തെ പണി ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിനി പതിയെ ഓരോ ദിവസം വെച്ചാണ് ഇതിൻ്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ല പണിയുണ്ട്, നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. കുറേ നാളായിട്ട് പണിയൊന്നും എടുക്കാതിരുന്നിട്ട് കൈയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പണി തൽക്കാലം ഇവിടെ നിർത്തുവാണ്. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പണി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. എൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. രാവിലെ തന്നെ ഞാൻ പണി തുടങ്ങി. അപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ പണിയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഏകദേശം ഒരു എത്ര അടി താഴ്ന്നിട്ടുണ്ട്? 1.5 അടിയോളം ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട്. ഇന്ന് ഏതായാലും നമ്മൾ ഈ ടാങ്കിനകത്ത് ഇറക്കി വെക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ രീതിയിലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട്, അതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ട് പണിയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ പണി ഏകദേശമൊക്കെ ഇത്രയാക്കി. നമ്മുടെ ടാങ്ക് നമ്മൾ കുഴി കുത്തി അതിനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടയേർഡായി, അതുകൊണ്ട് ശകല നൂഡിൽസ് കഴിക്കുവാണ്. ഇതുകൊണ്ട് നമ്മൾ മണ്ണെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം അടിവശം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമ്മൾ ഇവിടുന്ന് കുഴി നിരത്ത മണ്ണാണ് ഈ കിടക്കുന്നത് മുഴുവൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടാങ്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ നമ്മളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് മണൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പാക്കറ്റായിട്ടാണ് മണൽ കിട്ടുന്നത്. ഒരു പാക്കറ്റ് 20 കിലോ ആണ്. അപ്പോൾ അതുപോലത്തെ 10 പാക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ സൈഡിലും അടിവശത്തുമൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഫ്ലോർ ഇത് കണ്ടോ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ് ബ്രദർ ഇവിടെ. അപ്പോൾ നമ്മൾ അടിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഒരു ലെയർ ഇട്ടു. അതിനുശേഷം നമ്മളിത് കണ്ടോ പ്ലാസ്റ്റിക് ഒരു ലെയർ ഇട്ടിട്ടുണ്ട് കണ്ടോ. അടിയിൽ നമ്മൾ മേടിച്ച മണലിട്ടു, അതിന് മേളിൽ ഒരു ലെയർ പ്ലാസ്റ്റിക് ഇട്ടു. അതിന് മേലിലാണ് നമ്മൾ മേടിച്ച ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതായാലും ഇറക്കി വെക്കാൻ പോകണേ. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിവശമൊക്കെ ലെവൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ടാങ്ക് എടുത്ത് ഒന്നും കൂടെ വെച്ച് നോക്കി. ടാങ്ക് വെച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ വാട്ടർ ലെവലൊക്കെ ചെയ്ത് നമ്മൾ സ്പിരിറ്റ് ലെവലൊക്കെ എടുത്ത് നമ്മൾ ടാങ്ക് ലെവലാണെന്നൊക്കെ ചെക്ക് ചെയ്ത് കേട്ടോ. ചെറിയൊരു സ്ലോപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം വെള്ളം ഓവർഫ്ലോ ആയാൽ പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു സൈഡിലോട്ട് ചെറിയൊരു ഗ്യാപ്പ്, ഒരു ചെരുവിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്താണേലും ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ മണലൊക്കെ വാരി സൈഡിൽ കൂടെ ഇടാൻ തുടങ്ങി. അടിയിൽ ഓൾറെഡി മണലിട്ടിട്ടുണ്ടായിരുന്നു. സൈഡിലെല്ലാം നമ്മൾ മണലിട്ട് ഫില്ല് ചെയ്യുകയാണ്. കാരണം ഇവിടെ ഓൾറെഡി എടുത്തിട്ട മണ്ണാണ് ഈ കിടക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇവിടെ അടുത്ത് എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ വന്നാൽ ടാങ്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ ഈ മണ്ണിനകത്താണെങ്കിൽ ഒരുപാട് ഷാർപ്പനായിട്ടുള്ള കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം മണൽ സൈഡിൽ കൂടി ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ എടുത്തിട്ട മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ആ പണികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തിയാക്ക് മണ്ണും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി സാധാരണ ഇവിടുന്ന് എടുത്ത മണ്ണ് തന്നെ നമ്മൾ ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ സാധാരണ മണ്ണും കൂടെ നമ്മൾ കൂടെ ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. ടാങ്കിനോട് ചേർന്നിരിക്കുന്ന സൈഡിൽ മാത്രമേ നമ്മൾ മേടിക്കുന്ന മണ്ണ് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സൈഡിലും നമ്മൾ ഇവിടുത്തെ മണ്ണ് തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ പണി നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അതിനുശേഷം നമ്മൾ 4ാമത്തെ ദിവസത്തേക്ക് വെള്ളം നിറയ്ക്കുന്ന പരിപാടികൾ നമ്മൾ മാറ്റിവെച്ചു. 4ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് വെള്ളം നിറയ്ക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളപ്പം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.